السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. بسم الله الرحمن الرحيم. ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون. قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون. صدق الله مولانا العظيم. പ്രിയമുള്ള സത്യവിശ്വാസികളെ, സൂറത്ത് യാസീനിലെ 51-ാമത്തെ ആയത്താണ് ഞാനിവിടെ ഓതിവെച്ചത്. സത്യനിഷേധികൾക്കുള്ള മറുപടി അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുകയാണ്. അവരെ പാഠം പഠിപ്പിക്കുന്നത് എപ്പോഴാണെന്നും അവരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി, അനുഭവത്തോടുകൂടിയുള്ള മറുപടി കൊടുക്കുന്നത് എപ്പോഴാണെന്നുമൊക്കെ കഴിഞ്ഞ ആയത്തിലൂടെ അല്ലാഹു തആല പറഞ്ഞു. അത് കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. ഒരു വലിയ ഉദ്ഘോഷം വരാനുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും ഒരു സെക്കൻഡ് സമയം പോലും തരില്ല. എന്തിനു പറയണം? ഒരു വസിയത്ത് ഏൽപ്പിക്കാനോ ഒരു ഉത്തരവാദിത്തം മറ്റൊരാളെ ഏൽപ്പിക്കാനോ നിങ്ങളെ കുടുംബങ്ങളെയോ കൂട്ടുകുടുംബാദികളെയോ ഒന്ന് സന്ദർശിക്കാനോ സലാം പറയാനോ യാത്ര പറയാനോ ഒന്നിനും കഴിയില്ല. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വനുഫിഖ ഫിസ്സൂരി ഫഇദാ ഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. ആദ്യം പറഞ്ഞു ഒന്നാമത്തെ ഊത്തോടുകൂടി ഈ ലോകം അവസാനിക്കുന്നു. ഇനിയിവിടെ പറയുന്ന ഊത്ത് രണ്ടാമത്തെ ഊത്തിനെ സംബന്ധിച്ചാണ്. വനുഫിഖ ഫിസ്സൂർ അന്നഫഖത്തു സാനിയതു ലിൽ ബഅസി. പുനർജന്മത്തിനു വേണ്ടിയിട്ട് സർവജനങ്ങളും മരണപ്പെട്ട് ലോകാവസാനം സംഭവിച്ച് പക്ഷിപറവകൾ വൃക്ഷ ജന്തുക്കൾ മുഴുവനും മരണപ്പെട്ട് ലോകമില്ല, അന്ത്യം അവസാനിച്ചു, ലോകാവസാനം സംഭവിച്ചു, എല്ലാവരും മരിച്ചു മണ്ണോട് ചേർന്നു. ഒന്നാമത്തെ ഊത്തിലൂടെ അതൊക്കെ സംഭവിച്ചു. ഇവിടെ രണ്ടാമതൊരു ഊത്തൂതും. ആ ഊതുന്ന സമയത്ത് സൂറന്ന കാഹളത്തിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ ഫഇദാ ഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. അന്നേരം അവർ മുഴുവനും അവരുടെ ഖബറുകളിൽ നിന്ന് അവരുടെ ഖബറുകളിൽ നിന്നും അവർ നേരെ ചെല്ലുന്നത് തങ്ങളുടെ രക്ഷിതാവിലേക്ക്. എങ്ങനെയാണ്? യൻസിലൂൻ ഇലാ റബ്ബിഹിം യൻസിലൂൻ. രക്ഷിതാവിലേക്ക് ധൃതിപ്പെട്ടുകൊണ്ടവർ കടന്നു ചെല്ലുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. ഇവിടെ രണ്ടാമത്തെ ഊത്തിനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. അപ്പൊ തൊട്ടുമുമ്പ് പറഞ്ഞത് ഒന്നാമത്തെ ഊത്ത്. മഹാന്മാർ അവിടെ നിന്ന് പഠിപ്പിക്കുന്നുണ്ട്, ഖുർആന്റെ അടിസ്ഥാനത്തിൽ, ഖുർആനിക ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ 3 ഊത്തുണ്ടെന്നാണ്. നമ്മൾ 2 ഊത്തുണ്ടെന്നാണ് നമ്മൾ പഠിച്ചത്. ഖുർആന്റെ അടിസ്ഥാനത്തിൽ മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ പറയുന്നു ശരിക്കും 3 ഊത്തോതും. അപ്പോഴാണത് ഈ പറയപ്പെട്ട അള്ളാഹുവിന്റെ ആ ഒരു തേച്ചടിച്ചുകൊണ്ടുള്ളൊരു മറുപടി ഉണ്ടല്ലോ, അവർക്ക് കൊടുത്ത മറുപടിയോട് ഒത്തുവരുന്നത് ആ 3 ഊത്ത് ഉണ്ട് എന്ന് പറയുമ്പോഴാണ്. കാരണം സൂറത്ത് യാസീനിൽ പരാമർശിക്കുന്ന 2 ഊത്തിനെ സംബന്ധിച്ചാണ്. ഒന്നാമത് പറഞ്ഞത് മാ യൻദുറൂന ഇല്ലാ സ്വൈഹത്തൻ വാഹിദ. ഈ ഒരു ഊത്തൂതും
ഈ തൂത്തിലൂടെ അല്ലാഹു തആല പരാമർശിച്ചത് എന്താണ്? സ്വൈഹത്തൻ വാഹിദ, ഒരൊറ്റ ശബ്ദം, ഒരൊറ്റ ഉൽഘോഷമല്ലാതെ അവർക്ക് ഒരു മറുപടിയായി അവരെ കാത്തിരിക്കുന്നില്ല. ഇത് ശരിക്കും ഭയപ്പെടുത്താനുള്ളതാണ്. ആ ഒരു ഊത്ത് ഭയപ്പെടുത്താനുള്ളതാണ്. ലോകം അപ്പം അവസാനിക്കില്ല. ലോകം അവസാനിക്കാൻ വേണ്ടിയിട്ടൊരു ഊത്തൂതുന്നതിന് മുമ്പ് മുഴുവൻ സർവജനങ്ങളെയും പ്രകമ്പനം കൊള്ളിക്കാൻ വേണ്ടിയിട്ട് സർവലോകത്തിനു വേണ്ടി ഭൂമിയൊന്ന് പ്രകമ്പനം കൊള്ളും. അതിനെ എന്താണ്? സർവജനങ്ങളെയും ഒന്ന് ബേജാറാക്കാൻ വേണ്ടി, ഒന്ന് ഭയപ്പെടുത്താൻ വേണ്ടി, ഭീതിപ്പെടുത്താൻ വേണ്ടി. ചില്ലറപ്പെട്ട സംഗതിയല്ല ഇനി നടക്കാൻ പോകുന്നത്. നിങ്ങൾ കേട്ടതും കണ്ടതും അറിഞ്ഞതും ഒന്നുമല്ല. നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതുപോലെയല്ല. നിങ്ങളത് അനുഭവിക്കാൻ പോവുകയാണ്. നിങ്ങളെ ചിന്തകൾക്കും നിങ്ങളുടെ അറിവുകൾക്കും അതീതമാണത് എന്നൊരു പ്രകമ്പനം, ഒരു മുൻകരുതൽ കൊടുക്കാൻ വേണ്ടിയിട്ട് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ അതിന് വ്യക്തമായ തെളിവുകൾ പറയുന്നുണ്ട്. സൂറത്തുൻ നംലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വയൗമ യുൻഫഖു ഫിസ്സൂരി ഫഫസിഅ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർളി ഇല്ലാ മൻ ഷാ അല്ലാഹ്. അല്ലാഹു തആല ഇവിടെ പറഞ്ഞത് ഒന്നാമത്തെ ഊത്തിനെ പറ്റിയാണ്. ലോകം അവസാനിക്കൊന്നു പറഞ്ഞില്ല. ഇവിടെ പറഞ്ഞത് യൗമ യുൻഫഖു ഫിസ്സൂർ, സൂർ എന്ന കാഹളത്തിൽ ഊതുന്നൊരു ദിവസം. ആ ദിവസത്തിൽ ആകാശത്തിലും ആകാശത്തിന്റെ താഴെയുള്ള ഭൂമിയിലും ഭൂമിക്ക് മുകളിലുമുള്ള സർവ വസ്തുക്കളും ഭയന്ന് വിറച്ചു പോകുമെന്ന് അല്ലാഹു തആല ഇവിടെ ഓതി വെക്കുന്നു. ആകെ പേടിച്ചു പോകും. ആകാശഭൂമികൾക്കിടയിലുള്ള സർവചരാചരങ്ങളും ഒന്നു വല്ലാതെ പേടിച്ചു ഭയന്നു പോകും. ഇതൊന്നാമത്തെ ഊത്താണ്. രണ്ടാമതായി ഇനി രണ്ടാമത്തെ ഊത്തിനെ സംബന്ധിച്ച് മഹാന്മാർ അവിടെ നിന്ന് പറയുന്നു, മരണവും സർവചരാചരങ്ങളും നശിച്ചു പോകുന്ന ഒരു ഊത്തിനെ പറ്റി. അത് സൂറത്തു സുമർ നോക്കിയാൽ കാണാം. وَنُفِخَ فِي الصُّورِ فَصَعِقَ مَنْ فِي السَّمَاوَاتِ وَمَنْ فِي الْأَرْضِ إِلَّا مَنْ شَاءَ اللَّهُ. ഇവിടെ അല്ലാഹു തആല ഓതി വെക്കുന്നത് وَنُفِخَ فِي الصُّورِ, സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ فَصَعِقَ എന്ത് ചെയ്യും? അവർ ബോധം കെട്ട് ബോധരഹിതരാകി നിലംപതിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. ഒന്നാമത്തെ ഊത്തിൽ അവരൊന്ന് പേടിപ്പിക്കും. രണ്ടാമത്തെ ഊത്തിൽ അവരെ ഒന്ന് എന്ത് ചെയ്യും? അവർ മുഴുവനും ബോധരഹിതരായി നിലംപതിക്കും. ആകാശത്തിലും ഭൂമിയിലുമുള്ള ആകാശഭൂമികൾക്കിടയിലുള്ള സർവചരാചരങ്ങളും ഒന്നും ഒഴിയാതെ എല്ലാം നിലംപതിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. അവിടെയും ഇവിടെയും അല്ലാഹു തആല കുറച്ചാളുകളെ മാറ്റി നിർത്തുന്നുണ്ട്. ഇല്ലാ മൻ ഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ച, അല്ലാഹു ആദരിച്ച, ബഹുമാനിച്ച, ഇഷ്ടപ്പെട്ട, അല്ലാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കി വിഭാഗം മാത്രം അല്ലാഹു തആല ഈ അദാബുകളിൽ നിന്ന്, ഈ ഖിയാമത്ത് നാളിന്റെ ഭീതിപ്പെടുത്തുന്ന സങ്കടപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന ഭയപ്പെടുത്തുന്ന എന്തെന്ന് അലാമത്തുകളിൽ നിന്ന്, അള്ളാഹുവിന്റെ തിരിച്ചടിയിൽ നിന്ന് അല്ലാഹു തആല മാറ്റി നിർത്തും. അതിന്റെ അദാബുകൾ ചില ആളുകൾ കേൾക്കുകയില്ല. അതാണ് അല്ലാഹു തആല ഇല്ലാ മൻ ഷാ അല്ലാഹ് എന്ന് പറഞ്ഞത്. അല്ലാഹു തആല കുറച്ച് ആളുകളെ മാറ്റി നിർത്തുമെന്നാണ്. അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകളെ ഖിയാമത്ത് നാളിന്റെ ഒരു അദാബും അല്ലാഹു തആല നൽകില്ലെന്നാണ്. ഇത് രണ്ടാമത്തെ ഊത്തിനെ സംബന്ധിച്ചാണ് അല്ലാഹു തആല പറഞ്ഞത്. ഇനി മൂന്നാമത്തെ ഊത്തിനെ പറ്റി കൂടി പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്. അതിനോടൊപ്പം ചേർന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പൊ അവസാനിക്കുന്നത് കൂടി പിന്നെ ആരവശേഷിക്കും? ആകെ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമും ഇസ്റാഫീലും ഉണ്ടാകും. ബാക്കി എല്ലാവരും മരിക്കും, ബാക്കി എല്ലാവരും നശിക്കും. എന്നിട്ട് അല്ലാഹു തആല ഓതി വെക്കുന്നു മൂന്നാമത്തെ ഊത്തുണ്ട്. സുമ്മ നുഫിഖ ഫീഹി ഉഖ്റാ, പിന്നൊരു മൂന്നാമതൊരു ഊത്തും കൂടി ഓതും. അവസാനമായൊരു ഊത്തും കൂടി ഓതും. അതങ്ങ് ഊതി കഴിഞ്ഞാൽ ഫഇദാഹും ഖിയാമുൻ യൻദുറൂൻ,
അതോടുകൂടി മരിച്ചുപോയ മണ്ണടിഞ്ഞു പോയ സർവജനങ്ങളും ഖബറിൽ നിന്ന് മുഖാമുഖം നോക്കുന്നവരായി ചുറ്റും നോക്കുന്നവരായി, അല്ലാഹ് ഇനി അവരെ കൊണ്ട് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കി പ്രതീക്ഷിക്കുന്നവരായി, മുഖാമുഖം നോക്കി നിൽക്കുന്നവരായി, അവരുടെ മണ്ണുകളിൽ നിന്നും മൺകുഴിയിൽ നിന്നും ഖബറുകളിൽ നിന്നും അവർ എഴുന്നേറ്റു വന്ന് നോക്കി നിൽക്കുന്നവരായ നിലയിൽ എഴുന്നേറ്റ് വരും മൂന്നാമത്തെ ഊത്തിലെന്ന് പരിശുദ്ധമായ ഖുർആൻ. ഈ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ പറഞ്ഞത് 3 ഊതൽ ഊതുമെന്ന്. അല്ലാഹു തആല മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധ സൂറത്ത് യാസീന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.